അമിതമായ ലഹരി ഉപയോഗം പോലെ തന്നെയാണ് അമിതമായ മൊബൈൽ ഉപയോഗവും. അവസാനം ഈ മൊബൈൽ ഉപയോഗം ചെന്ന് നിൽക്കുന്നത് വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ്. ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നും നാം കേൾക്കുന്നത് മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഓൺലൈൻ ഗെയിമിൻ്റെ ലോകത്ത് വഴിതെറ്റിപ്പോയ 3 പിഞ്ചു സഹോദരിമാരുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഈ സംഭവം. കളിയും ചിരിയുമായി വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന ആ കുരുന്നുകൾ 9ാം നിലയിലെ ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ചാടി സ്വയം ജീവിതം അവസാനിപ്പിച്ചു എന്ന വാർത്ത വിശ്വസിക്കാനാവാതെ നെഞ്ചു പൊട്ടി നിൽക്കുന്ന മാതാപിതാക്കളെയാണ് നാം ഇവിടെ കാണുന്നത്. 16ഉം 14ഉം 12ഉം വയസ്സുള്ള 3 സഹോദരിമാരാണ് ഈ ദാരുണമായ അന്ത്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഒരു കൊറിയൻ ഓൺലൈൻ ഗെയിമിനോടുള്ള ഇവരുടെ അമിതമായ ആസക്തിയാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ പഠനം ഓൺലൈൻ ആയതോടെ കുട്ടികൾ മൊബൈൽ ഫോണിനും ഇത്തരം ഗെയിമുകൾക്കും അടിമകളായി മാറി എന്നതാണ് ലഭിക്കുന്ന മറ്റൊരു വിവരവും. വീടിനുള്ളിൽ എപ്പോഴും ഈ സഹോദരിമാർ ഒന്നിച്ചായിരുന്നു. തങ്ങൾ ഇന്ത്യക്കാരല്ല എന്നും ഏതോ കൊറിയൻ വംശജരാണ് എന്നുമുള്ള മിഥ്യാധാരണയിൽ കഴിഞ്ഞിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ കുട്ടികളുടെ ഡയറി കുറിപ്പുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ആരെയും ഒന്ന് ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ടാസ്ക് ബേസ്ഡ് ഗെയിമിൻ്റെ സ്വാധീനത്തിലായിരുന്നു ഈ കൊച്ചുകുട്ടികൾ. സ്വയം കൊറിയൻ രാജകുമാരിമാരായി സ്വയം സങ്കല്പിക്കുകയും ആ ലോകത്തേക്ക് പോകുവാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് അവർ എഴുതിയ കുറിപ്പുകളിൽ "ഐ ആം സോറി പപ്പ" എന്ന വരികളും കരയുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു എന്നത് ആ നൊമ്പരത്തിൻ്റെ ആഴം കൂട്ടുകയാണ്. നമ്മുടെ മക്കൾ എന്തു ചെയ്യുന്നുവെന്നും അവരുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നും ഓരോ രക്ഷിതാക്കളും ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കൾ സാക്ഷിയാകേണ്ടി വരും. കുട്ടികളിലെ മൊബൈൽ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തടയിടേണ്ടത് ഓരോ രക്ഷിതാക്കളുമാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ജീവിതകാലം മൊത്തവും ഇരുന്ന് ദുഃഖിച്ച് കരയേണ്ടി വരുന്ന ഒരവസ്ഥയായി മാറാതെ ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ മൊബൈൽ ഉപയോഗത്തിൽ നിന്നും കുറച്ച് മാറ്റി നിർത്തിയാൽ നന്നായിരിക്കും.